+1 റിസൾട്ടിന് റീവാലുവേഷനുമായി ബന്ധപ്പെട്ട രണ്ട് സംശയങ്ങൾ കുട്ടികൾക്കുണ്ട്. ഒന്ന്, റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കുറയുമോ? രണ്ട്, റീവാലുവേഷൻ കൊടുക്കുന്ന സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് എഴുതാൻ സാധിക്കുമോ? ഈ രണ്ട് സംശയങ്ങളും ക്ലിയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഏതൊക്കെ സബ്ജക്റ്റ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സോ വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. നിങ്ങൾ ഫസ്റ്റത്തെ സംശയം എന്താടാ, റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കുറയുമോ എന്നാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ സംശയം അല്ലേ? ഒന്നാമത്തെ സംശയം എന്താണ്, റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കുറയുമോ? മാർക്ക് കുറയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇപ്പോൾ 80-ൽ 48 കൊടുത്തു. 48 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ റീവാലുവേഷൻ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 80-ൽ 46 മാർക്കായി കുറഞ്ഞു എന്ന് വിചാരിക്കുക. നോ പ്രോബ്ലം, നിങ്ങൾക്ക് ആദ്യത്തെ മാർക്ക് തന്നെ അവിടെ എന്ത് ചെയ്യും, എടുക്കും. ഈ രണ്ടാമത്തെ സംശയം എന്താ, ഈ മാർക്ക് കൂടിയാലോ? 80-ൽ 48 കൊടുത്ത് നിങ്ങൾക്ക് എന്തായി, 50 മാറി. അപ്പോൾ എന്ത് ചെയ്യും, ഏറ്റവും കൂടുതലുള്ള മാർക്കാണ് എടുക്കുക. അതായത് നിങ്ങൾ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് മാർക്ക് കുറഞ്ഞാൽ നോ പ്രോബ്ലം, ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ അതാണ് കൊടുക്കുക. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, റീവാലുവേഷൻ കൊടുത്തു. അതായത് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് തോന്നുന്ന വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, റീവാലുവേഷൻ കൊടുക്കാം. റീവാലുവേഷൻ എന്ത് കുറയില്ല, മാർക്ക് കുറയില്ല. ഇനി കുറഞ്ഞാലും നോ പ്രോബ്ലം, ആദ്യത്തെ മാർക്ക് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും, പരിഗണിക്കും കേട്ടോ. കൂടിയാൽ പുതിയ മാർക്കും, കുറഞ്ഞാൽ ആദ്യമുള്ള നിങ്ങൾക്ക് എക്സാം എഴുതി കിട്ടിയ മാർക്ക് അവിടെ എന്ത് ചെയ്യും, പരിഗണിക്കും. അപ്പോൾ റീവാലുവേഷൻ ധൈര്യമായിട്ട് കൊടുത്തോ, റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കുറയില്ല. രണ്ടാമത്തെ സംശയം, റീവാലുവേഷൻ കൊടുത്ത സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് എഴുതാൻ സാധിക്കുമോ? സാധിക്കും. നിങ്ങൾ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാലും നോ പ്രോബ്ലം, ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ്മെന്റ് എക്സാമും എഴുതാൻ പറ്റും. നോ പ്രോബ്ലം കേട്ടോ. അപ്പോൾ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാം. നോ പ്രോബ്ലം. അപ്പോൾ റീവാലുവേഷൻ കൊടുത്ത സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാം. അതിലൊരു പ്രശ്നമില്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ധൈര്യമായിട്ട് എന്ത് ചെയ്തോ, റീവാലുവേഷൻ കൊടുത്തോ. റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കുറയില്ല. ഇനി മാർക്ക് കുറഞ്ഞാലും ആദ്യത്തെ മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് കൊടുത്തോ. അതേപോലെ റീവാലുവേഷൻ കൊടുത്ത സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാനും പറ്റും. അതിലും എന്തില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ റീവാലുവേഷന് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എജ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് എന്ത്, എജ്യൂപോഡിൻ്റെ ബാച്ച്. നിങ്ങൾ എജ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ സെറ്റാകും. എജ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനാണ് എജ്യൂപോഡിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. എപ്പോഴാണ് ഫ്രീ ആയിട്ട് കിട്ടുക, നിങ്ങൾ എജ്യൂപോഡിൻ്റെ +2 ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, ഇംപ്രൂവ്മെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എജ്യൂപോഡിൻ്റെ +2 ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടി, ഇംപ്രൂവ്മെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടി. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണേ. നിങ്ങൾ എജ്യൂപോഡിൻ്റെ +2 ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, ഇംപ്രൂവ്മെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫിൽ ചെയ്യുക. അല്ലെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കട്ടോ. അപ്പോൾ കമന്റ് ബോക്സിലെ ഫോം ഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള സുവർണാവസരമാണ്, ഇത് നിങ്ങൾക്കുള്ള ഗോൾഡൻ ചാൻസ് ആണ്, നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എജ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. യൂട്യൂബിൽ ക്ലാസ് വളരെ കുറവായിരിക്കും, ഫുൾ ക്ലാസ്സുകളും എജ്യൂപോഡിൻ്റെ ബാച്ചിലായിരിക്കും. സോ കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫിൽ ചെയ്യുക. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സിനാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ.